ഒരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് ഞാൻ ഈ യാത്ര തുടങ്ങിയത്. എങ്ങനെ പോകണം, എങ്ങോട്ട് പോകണം, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരു സൺഡേ ഉച്ചവരെ പൊരി വെയിലത്ത് തോന്നിയ പോലെ തോന്നുന്ന റൂട്ടിലൊക്കെ വണ്ടി ഓടിച്ചു. അതിന് പ്രത്യേകിച്ച് ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല, ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയ ചെറിയ കാഴ്ചകളിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നുമില്ല. കുറച്ച് കാടും കുറേ പുഴയും കുറേ റോഡും പിന്നെ എൻ്റെ ഹണ്ടറും. എൻ്റെ മുഖം പോലും ഞാൻ കാണിച്ചിട്ടില്ല, കാരണം അത് കാണിക്കാൻ പറ്റുന്നൊരു മൂഡായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവരും വരികയല്ലേ, കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് ഞാൻ തുടങ്ങട്ടെ. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. പ്രത്യേകിച്ച് ക്യാമറ കാഴ്ചകളൊന്നുമില്ല. കുറച്ച് ആറളം ഫാമിൻ്റെ ഭാഗങ്ങളും കുറച്ച് ബാവലിപ്പുഴയും പിന്നെ പാലത്തിൻകടവും കച്ചേരിക്കടവും ഇരിട്ടി പോയി ഞാൻ കയറിയിട്ടില്ല കേട്ടോ. പറയുമ്പം വരണ്ടുണങ്ങിയ കുറച്ച് പുഴകളും ഒക്കെ തന്നെ ഇതിനകത്തുള്ളൂ കാര്യമായിട്ട്. അപ്പം എൻ്റെ ഹണ്ടറിലുള്ള യാത്ര അത് തന്നെയുള്ളൂ. പക്ഷെ എന്തോ ആ പുഴയിലൊക്കെ ഒന്ന് ഇറങ്ങാൻ തോന്നി. പക്ഷേ അവിടെ ഇലക്ട്രിക് ഫെൻസിങ് വെച്ചിട്ട് ആനകൾ വരുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ ഇറങ്ങാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വണ്ടിയെടുത്ത് പതുക്കെ മുന്നോട്ട് പോട്ടെ. അടുത്ത കാഴ്ചകൾ തേടിയല്ല, അലസമായിട്ട് ചുമ്മാ തോന്നുന്ന റൂട്ടിലൊക്കെ ഒന്ന് വണ്ടി ഓടിച്ചു പോട്ടെ. മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, വണ്ടി ഇപ്പം 12,000 കിലോമീറ്ററായി. അപ്പം അതിൻ്റെ സർവീസൊക്കെ ചെയ്തു. ഇടയ്ക്ക് 2 തവണ വീണ്ടും ചെയിൻ ലൂപ്പൊക്കെ ചെയ്തു. വണ്ടി അത്യാവശ്യം നന്നായിട്ട് ഓടുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇടയ്ക്കൊരു 40-50 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് ഡ്രൈവ് കിട്ടാറുണ്ട്. അപ്പം അതിന് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. ഡെയിലി യൂസിന് ഞാൻ അങ്ങനെ വണ്ടി ഉപയോഗിക്കുന്നില്ല. അപ്പം ലോങ്ങിന് വേണ്ടി കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഒരുപാട് മനസ്സിൽ യാത്രകളൊക്കെ ഉണ്ട്. എന്നും ആദ്യ ചോയ്സ് ആന്ധ്ര തന്നെയാണ്. അതവിടെ കിടക്കട്ടെ, ബക്കറ്റ് ലിസ്റ്റ് കിടക്കുന്ന സ്ഥലമാണ്. തൽക്കാലം ഇതാണ് ഇന്നത്തെ എൻ്റെ ആന്ധ്രയും ഇതാണ് എൻ്റെ കടപ്പയും. ഇറങ്ങിയപ്പോൾ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു. ഒരുപാട് പൈസയുടെ പെട്രോളൊന്നും അടിക്കില്ല, ഒരുപാട് ദൂരമൊന്നും പോകില്ല എന്ന്. അതുകൊണ്ടൊരു 30 കിലോമീറ്റർ ചുറ്റളവിലുള്ള എന്തൊക്കെയോ എവിടേക്കോ എങ്ങനെയൊക്കെയോ പോയി. അത് മാത്രമാണ്, കൂടുതലും റോഡാണ് ഞാൻ ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് 1-2 പള്ളികളിലൊക്കെ കയറി. പിന്നെ എനിക്ക് നൊസ്റ്റു ഓടിച്ച പഴയ 1-2 സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി. അത് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് കേട്ടോ. അതിലൊന്ന് രങ്ങാടിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. പിന്നെ ഒരു പാലത്തിൻകടവ്, കച്ചേരിക്കടവൊക്കെയാണ്. ഈ സ്ഥലങ്ങളൊക്കെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. കൂടെ ആറളം ഫാമിൻ്റെ കുറച്ച് ഭാഗങ്ങളും. ഇത്ര കാഴ്ചകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. നമ്മുടെ മൊബൈൽ ഹോൾഡറിൻ്റെ കഴുത്തൊക്കെ പൊട്ടി, അതൊക്കെ കിടന്ന് വീഴാൻ തുടങ്ങി. പുതിയൊന്നും മേടിക്കണം. നാട്ടിലുള്ള വണ്ടികളൊക്കെ എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പതുക്കെയാണ് ഓടുന്നത്. ഒരു 40-50 റേഞ്ചിൽ സ്ഥലമൊക്കെ കണ്ട് ആസ്വദിച്ച് 2 ഭാഗത്തെയും കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതെൻ്റെ ഒരു ശീലമായിപ്പോയി. ഞാനത് കോട്ടയം പോയപ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ് പോയത്. 9 മണിക്കൂർ എടുത്ത് കോട്ടയത്ത് എത്താൻ വേണ്ടിയിട്ട്. സാധാരണ ഒരാളെ സംബന്ധിച്ചുള്ള 7.5 മണിക്കൂറോ അല്ലെങ്കിൽ 8 മണിക്കൂറിലോ എത്തേണ്ട യാത്ര ഞാൻ 1 മണിക്കൂർ അധികം എടുത്തു. പതുക്കെ പോയതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഈ യാത്രയുടെ സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയിലെ ആദ്യ സ്ഥലം എന്ന് പറയുന്നത് ആറളം ഫാം ആയതുകൊണ്ട് 2 വാക്ക് പറയണ്ടേ ആറളം ഫാമിനെ പറ്റിയിട്ട്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് 1970 സ്ഥാപിതമായതും 2004 കേരള സർക്കാർ ഏറ്റെടുത്തതുമായ വിശാലമായ കൃഷിഭൂമിയാണ്. അതായത് ഒരു 3500 മുതൽ 7000 ഏക്കർ വരെ കശുവണ്ടിയും തെങ്ങും പിന്നെന്തൊക്കെയോ അതിനകത്തുണ്ട്, എനിക്കറിയില്ല. ഇവിടെ ആദിവാസി പുനരധിവാസം, തോട്ടവിളകളുടെ വാണിജ്യോൽപാദനം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ നട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നത്. അപ്പം ഇവിടുത്തെ പ്രധാന കൃഷി പറയുകയാണെങ്കിൽ തെങ്ങ്, കശുമാവ്, റബ്ബർ തോട്ടം, പിന്നെ എന്തൊക്കെയോ ചെടികളും ഹോർട്ടിക്കൾച്ചറും അങ്ങനെ പ്രശ്നം. ഇവിടെ പ്രശ്നങ്ങളുണ്ട്. കാട്ടാനശല്യം വലിയൊരു പ്രശ്നമാണ്. തൊഴിലാളി പ്രശ്നങ്ങളുണ്ട്, ആദിവാസി പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ വിനോദസഞ്ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറളം വന്യജീവി സങ്കേതമുണ്ട്, മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രക്കിങ്, അങ്ങനെ എന്തൊക്കെയോ. ഇത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് ആറളം ഫാമിനെ പറ്റി അറിയുള്ളൂ. അവിടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആ ഫാമിൻ്റെ അകത്തൂടെ ഒഴുകുന്ന ഒരു പുഴയാണ്
അവിടെ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി. ഇവിടെ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ട് കേട്ടോ, നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. പുഴയിലേക്ക് ആനകളൊക്കെയുള്ള സ്ഥലമാണ്, സൂക്ഷിക്കുക, ജാഗ്രത. നല്ല ഭംഗിയുള്ള പാലല്ലേ. എനിക്ക് ഈ പാലങ്ങളിലൊക്കെ ബൈക്ക് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ. യാത്രകൾ വീണ്ടും മുന്നോട്ട് തുടരുകയാണ്. വന്ന വഴി ഇതിൻ്റെ അകത്തൂടെയുള്ള ചെറിയ റോട്ടിൽ കൂടെയൊക്കെ ഞാൻ വണ്ടി ഓടിച്ചു. ചിലതൊക്കെ നല്ല വഴിയാണ്, ചിലതൊക്കെ മോശം വഴിയാണ്. അപ്പം ഇനി അടുത്ത സ്ഥലം എങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ഐഡിയയില്ല, ഒരു പ്ലാനുമില്ല. ഈ വഴി ഇങ്ങനെ നീണ്ടു കിടക്കല്ലേ, ഭൂമി ഉരുണ്ടതല്ലേ, എവിടോട്ടേലും പോവാം. അങ്ങനെ പറയുമ്പോഴേ ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു സ്ഥലത്തെ പറ്റി ഞാൻ പറയാം. അത് ഗണ്ടിക്കോട്ട എന്ന് പറയും, ആന്ധ്രാപ്രദേശിലാണ്, കടപ്പ ജില്ലയിലാണ്. ഒരു റിവർ ഉണ്ട്. എന്താ റിവറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പെണ്ണ റിവർ, പെണ്ണ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ ഗ്രാമമാണ് ഗണ്ടിക്കോട്ട എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ഗ്രാൻഡ് കാന്യോൺ അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുന്നത്. കുറേ മലയിടുക്കുകളും പുരാതനമായ കോട്ടയും പിന്നെ അവിടെ ഒരു മാധവ ക്ഷേത്രം അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ എവിടെയൊക്കെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മസ്ജിദ് ഉണ്ട്. അങ്ങനെ സാഹസിക സഞ്ചാരികൾക്കൊക്കെ ട്രക്കിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഏതാണ്ട് 3000 വർഷത്തിലധികം പഴക്കമുള്ള എന്തോ ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ, ഇത് മനുഷ്യനുണ്ടാക്കിയതാണെന്ന് തോന്നുന്നു, അറിയില്ല. പിന്നെ ട്രക്കിങ്, ഭംഗി, നദി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇത് ആന്ധ്രയിൽ കടപ്പയിൽ നിന്ന് ഏതാണ്ട് 80-85 കിലോമീറ്റർ ദൂരമുണ്ട്. പിന്നെ നല്ല സ്ഥലം, സെപ്റ്റംബർ തൊട്ടൊക്കെ ആസ്വദിക്കാൻ അടിപൊളി സ്ഥലമാണെന്നൊക്കെ പറയുന്നു. അത് മനസ്സിലിങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ 300-360 ബൈക്ക് യാത്ര ആയതുകൊണ്ട് തന്നെ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി, BGM ഞാനൊരു 15 മിനിറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും ചിലപ്പോൾ അതിൻ്റെ തന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇടാം. എത്ര ചൂടാണേലും ഉണ്ടല്ലോ, നമ്മൾ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ കിട്ടുന്നൊരു കാറ്റുണ്ടല്ലോ, അതൊരു സുഖമാണ്. ചില സ്ഥലങ്ങളെത്തുമ്പോൾ ഒരു കൂടുതൽ കാറ്റ് വീശും. ഇത്ര ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിലും ചൂടുണ്ടെങ്കിലും ഉണ്ടല്ലോ. പിന്നെ ഒരു തണുത്ത വെള്ളം കൂടെ കുടിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന കാഴ്ചകളും ഈ പോകുന്ന റൂട്ടും കമ്പനിക്ക് ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. മീൻസ് ഒരു പില്ലിയനല്ല, ഒരു വേറൊരു റൈഡറും കൂടി ഉണ്ടെങ്കിൽ. എൻ്റെ ഭാഗ്യത്തിന് അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടാറേ ഇല്ല. വണ്ടി പഴയതിലും കുറച്ചും കൂടെ സ്മൂത്തായി കേട്ടോ. ഈ സ്ഥലം നമ്മുടെ ആറളം ഫാമിനകത്തുള്ളൊരു സ്ഥലമാണ്. അവിടുത്തെ എന്തോ ഒരു സംതിങ് അവിടെ എന്തൊക്കെയോ ഉണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ആരെയും കണ്ടില്ല. ഒരു ചേട്ടനോട് ചോദിച്ചാൽ പറയും കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എന്തൊക്കെയോ തുറക്കുന്നുണ്ടെന്ന്. നല്ല കാടാണ് കേട്ടോ, പാമ്പുകളും പിന്നെ കുരങ്ങന്മാരും അങ്ങനെ ആനകളും ഒക്കെയുള്ളൊരു സ്ഥലം. അപ്പം എൻ്റെ ഭാഗത്തിനൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഇപ്പം ഞാൻ വരുന്ന വഴിക്ക് ഞാനൊരു പള്ളിയിൽ കയറി. അവിടെ കുറച്ച് നേരം ഇരുന്നു, നല്ല ചൂടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ഈ പള്ളി. ആവിലാസതൻ എന്ന് പറയും, എടൂര് അടുത്താണ്. അപ്പം ഞാനിവിടെ കയറി കുറച്ച് നേരം ഇരുന്നു. പിന്നെ ഇത് കൂടാതെ വേറൊരു പള്ളിയിൽ ഞാൻ പോയിരുന്നു, അങ്ങാടിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഒരു നൊസ്റ്റുള്ള പള്ളിയാണ്. ആ പള്ളിയും 1970 എന്തോ ഉണ്ടാക്കിയത് പഴയ പള്ളിയാണത്. ആ പള്ളിയോട് ചേർന്നൊരു സ്കൂളൊക്കെ ഉണ്ട്. കുട്ടിയൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയമായിരുന്നു. കുറച്ച് കുട്ടികളൊക്കെ വന്ന് വർത്താനം പറഞ്ഞു, ചേട്ടൻ യൂട്യൂബറാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു യൂട്യൂബറൊന്നും അല്ല, ചുമ്മാ രസത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നെ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. പിന്നെ നമ്മുടെ ഈ ഹണ്ടർ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി, കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു, ചുറ്റുപാടുമുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു.
അതിൻ്റെ കൂടെ നിന്ന് വേറെ സംഭവം കൂടെ ഉണ്ട്. ഞാൻ പഠിച്ച സ്കൂള്, പഠിച്ചില്ല, പോയ സ്കൂള്, അത് വർഷങ്ങൾക്ക് മുന്നേ, 10-20 വർഷം മുന്നേ പോയ സ്കൂള് ഞാൻ ഇന്നൊന്ന് പോയി. പിന്നെ അന്ന് കളിക്കാൻ പോയ ഗ്രൗണ്ട് കാര്യങ്ങൾ അവിടെ ഒക്കെ ഒന്ന് പോയി. അത് ഞാൻ പിന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഒരു ഫോട്ടോ മാത്രമേ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇലക്ഷൻ സമയമായതുകൊണ്ട് തന്നെ സകലമാന ആളുകളുടെയും ബാനറുകളും പോസ്റ്ററുകളും ഫ്ലക്സുകളൊക്കെ തന്നെയാണ് കാണുന്നത് നാട്ടിൽ മുഴുവൻ. ഒരു വെള്ളം കുടിക്കാം. വാട്ടർ ബ്രേക്ക്, ടീ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനുള്ളത് നമ്മുടെ പാലത്തുംകടവിലേക്ക്. പാലത്തുംകടവിൻ്റെ പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം, അവിടെ എത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല ഈ റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചകൾ കാണാം. ഇത് ശരിക്കും കേരള കർണാടക ബോർഡറിൽ കേരളത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു വൈദ്യുത പദ്ധതിയുണ്ട്, ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി. മഴക്കാലത്ത് കറണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് KCBക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് മുകളിലായിട്ടൊരു സോളാർ പ്ലാന്റ് ഉണ്ട്, അതും ഇതുപോലെ തന്നെ KCBക്ക് സോളാർ കറണ്ട് ഉണ്ടാക്കിയിട്ട് KCBക്ക് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആനകളുണ്ട്, കുരങ്ങന്മാരുണ്ട്, മനുഷ്യരുണ്ട്, പിന്നെ വലിയൊരു പുഴയുണ്ട്. മഴക്കാലത്ത് കുത്തി ഒഴുകി വെള്ളം വരും, വേനൽക്കാലത്ത് അധികം വെള്ളം ഇല്ലെങ്കിലും എപ്പോഴും വെള്ളം ഉണ്ടാവും. നല്ലൊരു ചിക്കുഷേക്ക് കുടിച്ചു പോകുന്ന വഴിക്ക്, അതുകൊണ്ട് മൊത്തത്തിലൊന്ന് തണുപ്പിച്ചു. ഇടയ്ക്ക് ഞാൻ അപ്പം ഭയങ്കര വെള്ളം കുടിക്കണം. നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കുമെന്ന് എനിക്കറിയില്ല പോകുമ്പം. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് തന്നെ ഒരു 2-3 വലിയ കുപ്പി, 20 രൂപയുടെ വലിയ കുപ്പി വെള്ളം തന്നെ കുടിച്ച് തീർത്തിട്ടുണ്ട്. അങ്ങനെ കുടിക്കണം, കാരണം നമ്മൾക്ക് ഭയങ്കരമായിട്ട് ചൂടിൽ പോകുന്നില്ലേ. ഇടയ്ക്കൊന്ന് വർക്ക്ഷോപ്പിലും വണ്ടി കയറ്റി ഒന്ന് ചെയിനൊക്കെ ലൂബ് ചെയ്തു, പിന്നെ വീണ്ടും മുന്നോട്ട് പോയി. ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്തൊന്ന് മഴ പെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഒന്ന് നനഞ്ഞ് നിൽക്കുമ്പോൾ ആ മഴയത്ത് റൈഡ്. ഇനി ഇടയ്ക്ക് മഴ പെയ്യും, പക്ഷെ നമ്മൾ ആ സമയത്ത് ഇറങ്ങുന്നുണ്ടാവില്ലല്ലോ. ചൂടോടെ നിൽക്കുമ്പോൾ ഒരു മഴ കിട്ടണം, അതിനൊരു പ്രത്യേക ഫീലാണ്. നട്ടുച്ചയായി, ചോറ് കഴിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ചോറുള്ള ഹോട്ടൽ ഞാൻ നോക്കി പോവാണ്. എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ ഉടനെ നിർത്തും, ഒരു ചോറ് കഴിക്കും. ഏതായാലും ബ്രിസ്റ്റോളിൽ തന്നെ ഒരു ചോറ് കിട്ടി, മീൻ വറുത്തുണ്ടായിരുന്നു, നല്ല ചോറായിരുന്നു, കറിയൊക്കെ ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് ഞാൻ വീണ്ടും നിൽക്കുന്നില്ല, പോവാണ്. നമ്മളൊരു യൂട്യൂബിൽ വീഡിയോ ചെയ്യുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ചെയ്യുക എന്നൊക്കെ പറയുമ്പം ഞാൻ ആദ്യം ഓർത്തിരുന്നതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും അറിയാത്ത, ഒരു പ്രൊഫഷണലിസവും ഇല്ലാത്ത എനിക്ക് ചെയ്യണമെങ്കിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് വീഡിയോ എടുക്കുന്നവരും ഏറ്റവും നന്നായിട്ട് ട്രാവൽ ചെയ്യുന്നവരും റൈഡ് ചെയ്യുന്നവരൊക്കെ എത്ര ബുദ്ധിമുട്ടായിട്ടായിരിക്കും ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക, ഇതൊക്കെ വീഡിയോ എടുക്കുന്നുണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഒരു ബിഗ് സല്യൂട്ട്. കാരണം അവരൊക്കെ ചെയ്യുന്നത് ചെറിയ കാര്യമൊന്നുമല്ല, അവരുടെ വലിയൊരു സമയമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഇനി നമ്മൾക്ക് ഒരുപാട് ടൈം, നമുക്ക് ഒരുപാട് ക്ഷമ വേണം. എനിക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണോ കൈ കിട്ടുന്നത് അതാണ് ഞാൻ എഡിറ്റ് പോലും ചെയ്യാതെ അപ്ലോഡ് ചെയ്യുന്നത്. ആ ക്ഷമയൊക്കെ ഉള്ളവർ ചെയ്യുന്ന വീഡിയോ നല്ലതാകുന്നതും അതുകൊണ്ടാണ്. അടുത്ത മഴ തുടങ്ങിയിട്ട് വേണം കുടജാതിരിക്ക് ഒരു റൈഡ് പോകാൻ വേണ്ടിയിട്ട്. അതൊരു അടിപൊളി ഓർമ്മയായിരുന്നു. ഒരു വർഷം മുന്നേ കുടജാതിരി ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ പോയത്. പിന്നെ സോളോ ഡ്രൈവ് മഴ ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പം പോകണമെന്നുണ്ട്. അത് മൂകാംബിക, കണ്ണൂരിൽ നിന്ന് മൂകാംബിക പോയി
മൂകാംബികയിൽ നിന്ന് കുടജാദ്രിക്കുള്ള ജീപ്പ് കയറി അങ്ങനെ, അല്ലെങ്കിൽ ആ താഴെ വരെയും ബൈക്കിന് പോയിട്ട് അവിടുന്ന് അവരുടെ ജീപ്പിന് പോവാം. എവിടെയെങ്കിലും സ്റ്റേ അറേഞ്ച് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള പ്ലാനുണ്ട്. പക്ഷെ തനിച്ച് പറ്റില്ല, ഒരു കമ്പനി വേണം, ഒരു കോ റൈഡർ കൂടി വേണം. അങ്ങനെ 2 ബൈക്കിനായിട്ട് പോകുന്നതിനെയാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ കൂട്ടുപുഴ പാലത്തിൻ്റെ അടുത്തെത്തി. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു പാലമുണ്ട്. അത് കർണാടകത്തിലേക്ക് വന്ന ബാംഗ്ലൂർ മൈസൂരിനൊക്കെ പോകുന്ന പാലമാണ്. ഇവിടുന്ന് മൈസൂർക്ക് ഒക്കെയുള്ള ദൂരം എഴുതി വെച്ചിട്ടുണ്ട്. പുഴയിലെ വെള്ളമൊക്കെ വളരെ കുറവാണ്, വറ്റി വരണ്ടിരിക്കുകയാണ്. ഒരു 3 വർഷം മുന്നേ വലിയ മഴക്കാലത്താണ് ഇവിടുത്തെ പാലമൊക്കെ അടിച്ച് തെളിച്ച്, പഴയ പാലം ഉണ്ടായിരുന്നത്, അടിച്ച് തെളിച്ച് പോയതാണ്. അതിനുശേഷം പുതിയ പാലം പണിതാണ്. ഇപ്പോൾ ഇവിടുന്ന് എടൂർ മാനന്തവാടിക്കുള്ള കിലോമീറ്ററൊക്കെ വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് ഏതാണ്ട് എത്താനായി. പാലത്തിൻ കടവ് നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലം എത്താനായിട്ടുണ്ട്. ഇപ്പം ഇനി 4-5 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണിച്ച് പിന്നെ എന്താണോ തോന്നുന്നത് അതപ്പോൾ ഇടും. അങ്ങനെ അങ്ങ് മുന്നോട്ട് പോട്ടെ. കുടജാദ്രിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അരവിന്ദൻ്റെ അതിഥികളെയും ഓർക്കുന്നത്. അതിനകത്തുള്ള എനിക്ക് പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വിനീത് ശ്രീനിവാസൻ്റെ അതിനകത്തെ ക്യാരക്ടേഴ്സിനെ എല്ലാം ഭയങ്കര രസമുള്ളൊരു സിനിമയായിരുന്നു. അപ്പോൾ അതിനകത്തെ പാട്ടുകളും മ്യൂസിക്സും എല്ലാം എനിക്കിഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആനന്ദമേ എന്നുള്ള ആ ഒരു ചെറിയ പീസും പിന്നെ അതിൻ്റെ കുറച്ച് BGM. അപ്പോൾ ഇനി നമുക്ക് അരവിന്ദൻ്റെ അതിഥികളിലെ കുറച്ച് പാട്ട് കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. ഇന്ന് പെട്ടിയും പ്രമാണമൊക്കെ കെട്ടി അടുത്ത് ഇറങ്ങുമ്പോൾ ഞാൻ ഓർത്ത വയനാട് വരെ ഒന്ന് പോയിട്ട് നമ്മുടെ മുണ്ടക്കയും ചൂരൽമലയും വെള്ളരിമലയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നായിരുന്നു. പിന്നെ പ്ലാൻ മാറി. എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റാഫിബായ് ഉണ്ട്, പുള്ളിയുടെ അടുത്ത് പോകുന്നുണ്ട് താമരശ്ശേരിയിൽ. അപ്പോൾ പുള്ളി എന്നെ ആനിക്കാമ്പയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വാവുൽമല കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈക്കിന് പോകാൻ നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു. നമ്മുടെ കക്കയം ഡാമിൻ്റെ ഭാഗങ്ങളും അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അവിടെ. അപ്പം നല്ല പീക്കാണ്. അപ്പോൾ അത് കാണിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം പ്ലാനുകളൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ ചുറ്റുപറ്റുമൊക്കെ ഒന്ന് കണ്ടിരിക്കുകയാണ്. കാരണം ഇവരൊക്കെ ഇങ്ങോട്ട് വന്നാലേ നമുക്ക് ഇവരെയൊക്കെ കൊണ്ട് കാണിക്കണമെങ്കിൽ സ്ഥലമൊക്കെ നമുക്കറിയണമല്ലോ. അപ്പം ഈ പറയുന്ന കാരണം എന്താ വെച്ചാൽ എൻ്റെ വീടിനടുത്ത് ഒരു പാലക്കയം തട്ട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഞാൻ ഒരു തവണയാണ് അവിടെ പോയിട്ടുള്ളൂ, അതും എത്രയോ വർഷങ്ങൾക്ക് ശേഷം. പാലക്കയം തട്ടൊക്കെ ഇത്രയും ഫേമസ് ആയിട്ട്. ഇനി ഏറ്റവും അത്ഭുതാവഹമായ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് പാലക്കയം തട്ടിലേക്ക് 15 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് അവസ്ഥ. നമ്മൾ ആരെങ്കിലും വന്നാൽ നമുക്ക് കാണിക്കാൻ എന്തെങ്കിലും വഴിയെങ്കിലും നമുക്കറിയണ്ടേ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇനി എഴുന്നേറ്റ് വണ്ടി ഓടിച്ചു കേട്ടോ, രസമാണേ. അങ്ങ് ദൂരെ മല കണ്ടോ? സഹ്യപർവ്വതത്തിൻ്റെ ഭാഗങ്ങളായിരിക്കും അതൊക്കെ. കർണാടകത്തിലാണ് കേട്ടോ. അതെന്തായാലും നമ്മൾ വിരാജ്പേട്ടയ്ക്കൊക്കെ പോകുന്ന വഴിക്ക് കാണാം. ഇതാണ് നമ്മുടെ ബാരാപ്പോളിലെ പവർ ഹൗസ്. ഞാൻ ആദ്യം പറഞ്ഞത് മുകളിൽ നിന്ന് പൈപ്പിൽ വെള്ളം താഴോട്ട് വിടും, എന്നിട്ട് താഴെ നിന്ന് കറണ്ട് ഉണ്ടാക്കും. അവിടെ ഒരു സബ് സ്റ്റേഷൻ ഉണ്ട്, എന്നിട്ട് അതിവിടെ കൊടുക്കുമായിരിക്കും. അപ്പോൾ ആ പൈപ്പ് ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ തന്നെയുണ്ട്. എൻ്റെ വണ്ടി അവിടം വരെ എത്തി, നോക്കിയേ. അതെ, എനിക്ക് അത്ഭുതാഹമായ കാര്യം വെച്ചാൽ ഞാനൊരു വീഡിയോ കണ്ടിരുന്നു നമ്മുടെ ഷബീൻ ശംസുദ്ദീൻ്റെ. അതിനകത്ത് പറയുന്നുണ്ട്, ഒരു 38 വയസ്സുകാരൻ 48കാരനോട് ചോദിച്ചു, ലോകത്തിൻ്റെ നെറുകയിൽ എൻ്റെ ബൈക്ക് കൊണ്ടുവെക്കണം, സാധിച്ചു തരുമെന്ന്. ആഗ്രഹം ആൾ സാധിച്ചു കൊടുത്തു. ഈ 38കാരനെ കൊണ്ട് 48കാരൻ പോയി ബൈക്കിൽ എന്ന് പറയുന്ന പോലെ. കണ്ണൂർ ജില്ലയുടെ അതിർത്തിയിൽ എൻ്റെ ബൈക്ക് കൊണ്ടുവെക്കണമെന്ന് എനിക്കൊരാഗ്രഹമായിരുന്നു. അത് ഞാൻ സാധിച്ചെടുത്തു. നല്ല ചൂടത്ത് വരണ്ട് ഉണങ്ങിയിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ.
ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. നമ്മൾ മഴ പെയ്യുമ്പം നമ്മൾക്ക് ഈ മഴയൊന്നും നിന്നിരുന്നെങ്കിൽ കേട്ടിട്ടില്ലേ പാട്ട്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന്. ഇവിടുന്ന് പാലത്തുംകടവിലേക്ക് 2 കിലോമീറ്ററാണുള്ളത്, ഈ ബാരാപ്പോളിൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ അവിടെ കൊണ്ട് റോഡ് അവസാനിക്കും. പിന്നെ ഇപ്പം എന്തോ കുറച്ച് ഭാഗങ്ങൾ കൂടെ ടാർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും അടുത്ത പോക്കിൽ ആ റോഡ് കൊണ്ട് കാണിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ മഴക്കാലത്തൊരു തവണ വന്നിട്ടുണ്ട്. നല്ല കുത്തി ഒഴുകി വെള്ളം വരുന്ന സമയത്ത്, കുറേ വർഷങ്ങൾക്ക് മുന്നേ. അന്ന് എൻ്റെ കസിൻസിൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ആ പെൻസ്റ്റോക്ക് പൈപ്പിൽ കൂടെ വെള്ളം വരുന്നതിലേക്ക് ആ ഭാഗങ്ങളൊക്കെ കയറി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരെയും അങ്ങോട്ട് വിടില്ല. അവിടെ കുറച്ച് സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സോളാർ പാനലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു പള്ളിയുണ്ട്, ഒരു അമ്പലമുണ്ട്, ആനയുണ്ട്, മാനുണ്ട്, കുരങ്ങന്മാരുണ്ട്, പിന്നെ കുറച്ച് മനുഷ്യന്മാരും ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു കാര്യം മനസ്സിലായിട്ട്, ഗോപ്രോ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഗോപ്രോ അല്ലല്ലോ, കാൻസൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആക്ഷൻ ക്യാമറയാണ്. ഇതൊരു 10,000 രൂപയിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ ഈ വീഡിയോ ഒക്കെ പഠിക്കാൻ ഇതൊക്കെ മതി. പക്ഷേ കുറച്ചൊക്കെ പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഗോപ്രോ ഒക്കെ ഉള്ളത് നല്ലതായിരിക്കും. നല്ല ക്വാളിറ്റി വീഡിയോസ് നല്ല ക്ലാരിറ്റിയോട് കൂടി കിട്ടണമെങ്കിൽ ഗോപ്രോ ഒക്കെ വേണം. അപ്പം അധികം താമസിക്കാതെ ഒരു ഗോപ്രോയും കൂടെ കയ്യിലാക്കണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കാം. നല്ല റോട്ടിൽ നിന്ന് തെന്നി കുറച്ച് മോശം റോഡുകൾ, മോശമല്ല, അങ്ങനെ നമ്മൾ ഫിനിഷിങ് ഇല്ലാത്ത കുറച്ച് വഴികളിലൂടെയൊക്കെ കുറച്ച് ദൂരമൊക്കെ ഞാൻ ഇടയ്ക്ക് ഓടിച്ചു പോയിരുന്നു. പ്രത്യേകിച്ച് ആറളം ഫാമിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോയപ്പം അവിടെയൊക്കെ കണ്ടു കേട്ടോ, മറ്റേ നമ്മുടെ ഇലക്ട്രിക് ഫെൻസിങ് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ യാത്രയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പൊതുവേ ഞാൻ പള്ളികളൊന്നും കണ്ടാൽ ഞാനിങ്ങനെ ബൈക്ക് ഓടിച്ചുമ്പോൾ അങ്ങനെ നിർത്തി കയറാറുള്ളൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് സമയങ്ങളിലൊക്കെ കയറിയിരുന്നു. കൂടുതൽ സമയത്ത് പ്രത്യേകിച്ച് ഞാൻ ആവില സദരിലും അങ്ങാടിക്കടവ് പള്ളിയിലൊക്കെ ഇരുന്നു. പാലക്കയം തട്ടല്ല, പാലത്തിൻ കടവ് പള്ളിയുടെ മുന്നിൽ അത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. കുറച്ച് നേരം പള്ളിയുടെ അവിടെയൊക്കെ അങ്ങനെ ഇരുന്നു. എനിക്കെന്തോ ഒരു നല്ല അനുഭവമായിട്ട് തോന്നി ഇന്നത്തെ യാത്ര. ഞാനൊരു നെഗറ്റീവ് എനർജി ആയിട്ടാണ് രാവിലെ തുടങ്ങിയത്. പക്ഷേ അവസാനിപ്പിച്ചപ്പോഴേക്കും ഒരു നല്ല പോസിറ്റീവ് എനർജിയിലേക്ക് വന്നു. ഇതുണ്ടല്ലോ, ആറളം ഫാമിൻ്റെ ഉള്ളിലെ ഏതോ ഒരു ഭാഗമാണ് കേട്ടോ. ഞാനിങ്ങനെ ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ട വഴിയിലോട്ടൊക്കെ കയറിപ്പോയപ്പോൾ ഒരു വഴിയിലെത്തി. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ചും കൂടെ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല. അവിടെ എന്തൊക്കെയോ ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. ഇന്നത്തെ മഴക്കാലമൊക്കെ ആകുമ്പോഴേക്കും അതൊക്കെ തുറക്കുമെന്ന് കേൾക്കുന്നു. ഇതൊക്കെ പറയുമ്പോഴേ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിങ്ങനത്തെ യാത്രകളൊക്കെ പോകുമ്പം ആവശ്യത്തിന് പെട്രോൾ കരുതണം. ഇന്നും പെട്രോൾ കുറവായിട്ട് പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്തപ്പോൾ ഞാനൊന്ന് ടെൻഷൻ അടിച്ചു. പിന്നെ ഞാനോട് ചോദിച്ചപ്പോൾ ഒരു 3 കിലോമീറ്റർ അപ്പുറത്തൊരു പമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് ആ റൂട്ടിൽ പോയിട്ട് എണ്ണ അടിച്ചു. കാരണം നമ്മൾ ചിലപ്പോഴൊക്കെ ഇതുപോലെ കുറേ ഉള്ളിലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്രോൾ കിട്ടാതെ ആ ഒരു സാഹചര്യം വരും. അതുകൊണ്ട് നമ്മളൊരിക്കലും ഇങ്ങനെയാണെങ്കിൽ മിനിമം ഒരു ഹാഫ് ടാങ്കെങ്കിലും വെച്ചിട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. ഇതാണ് ഈ സ്ഥലത്ത് കൊണ്ട് കുറേ പാറക്കെട്ടുകളൊക്കെ കാണാം. ഇവിടെ റോഡ് അവസാനിക്കുകയാണ്. പക്ഷേ ഇപ്പം അതിൻ്റെ അപ്പുറത്തോട്ട് റോഡ് പണിയുന്നുണ്ട്. അതായത് നമ്മുടെ കൂട്ടുപുഴയിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റർ മുന്നിൽ വരുമ്പോഴാണ് ഇത് അവസാനിക്കുന്നത്. ഇവിടെ കുറേ മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും. ഇത് ഫോറസ്റ്റിൻ്റെ വഴിയാണ്, ചിലപ്പോൾ പെർമിഷൻ വേണ്ടി വരും.
ഇത് പാലത്തിൻകടവ് പള്ളിയാണ് കേട്ടോ, അടച്ചിട്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ വണ്ടി നിർത്തി. ഭയങ്കര ചൂടായിരുന്നുകൊണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ആ മാവും ചൂട്ടിൽ ഞാൻ കുറച്ച് നേരം ഇരുന്നു. വണ്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു, കുറേ ദൂരമായിട്ട് ഓടുമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വണ്ടി മൊത്തത്തിലൊന്ന് തണുപ്പിച്ചു. എയർ കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ട് കുറച്ച് ഹീറ്റിംഗ് കൂടുതലായിരിക്കും, പക്ഷേ വൈബ്രേഷൻ കാര്യങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സോളാറിൻ്റെ പരിപാടി KCBക്ക് കൊടുക്കുന്നത് ഇതാണ്ട്, അതും ഇവിടെ തന്നെയാണ്, ഈ പാലത്തിൻകടവിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പം ചെറിയ ഗ്രാമമാണെങ്കിലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഭാരപ്പോൾ പദ്ധതിയായിട്ടും സോളാറായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പം റിസോർട്ടൊക്കെ എന്തൊക്കെയോ വരുന്നുണ്ടെന്ന് കേൾക്കുന്നു. വികസിച്ച് വരുന്നൊരു നാടാണ്. അപ്പം ഇവിടെയുള്ള ആളുകളൊക്കെ സാധാരണ ജോലിയൊക്കെ ചെയ്തും കൂലിപ്പണിയൊക്കെ ചെയ്തും ജീവിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. പിന്നെ കുറേ ആളുകളൊക്കെ പുറത്തുമുണ്ട്. അപ്പം ബസ് റൂട്ട് അല്ല, പക്ഷേ 1-2 ബസ്സുണ്ട്. റോഡ് ഇവിടം വരെ നല്ലതാണ്. ജീപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പഴയ ജീപ്പൊക്കെ കാണാൻ പറ്റും. ഒരു 10 വർഷം മുന്നേ നല്ല റോഡൊന്നും ഉണ്ടായിരുന്നില്ല. അന്നേരം നമ്മൾ 4x4 ജീപ്പിലാണ് ഇങ്ങോട്ടൊക്കെയുള്ള യാത്രകൾ കാര്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനത്തെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണുള്ളത്. ഇനി അധികം ദൂരമൊന്നും പോകുന്നില്ല, കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് തിരിച്ചു പോകണം. എന്തെങ്കിലുമൊക്കെ ഇനി കാണാൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത്രയും കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ലാത്ത ഒരു വീഡിയോ ആണെന്നറിയാം, പക്ഷേ എങ്കിലും എൻ്റെ സന്തോഷം ഞാൻ ഇങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിലവഴിക്കുന്നത്. ഒരു ഉച്ചവരെയുള്ള സമയം, ഇനിയിപ്പം ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ഞാൻ വീട്ടിലോട്ട് ഓടുകയാണ്. അപ്പോൾ അതുവരെയുള്ള സമയം നമ്മളിവിടെ ചിലവഴിച്ചു. അപ്പം എൻ്റെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്, 10 പേരുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. സ്ഥിരം കാണുന്ന 10 പേരുണ്ട്. ആ 10 പേർക്കും പിന്നെ കാണുന്നവർക്കും എല്ലാവർക്കും എൻ്റെ 1000 നന്ദി പറയുന്നു. അപ്പം ഞാൻ എൻ്റെ സംഭാഷണങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പോയ വഴികളുടെ ഓർമ്മകളും കുറേ നെസ്റ്റും ഒക്കെ അടിച്ചു പോയൊരു യാത്ര, ഏതാണ്ട് ഇന്നത്തെ ചെറിയ യാത്ര ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ പുതിയ യാത്രയിൽ വീണ്ടും കാണാം. താങ്ക് യു.